ഭൂതപ്പാട്ട് സംഘത്തെ ഒരുക്കി തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അരങ്ങിലേക്ക് എത്തുന്നതിന് ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. കാലടിയിലേക്ക് നമ്മുടെ അൻസു എൽസ സന്തോഷ് ഓടിയെത്തിയത് പ്രേക്ഷകർ ഇതിനൊക്കെ കണ്ടു കാണും. ഭൂതവർണ്ണനയുടെ പുതിയ ആഖ്യാനത്തിലാണ് അവിടെ അരങ്ങൊരുങ്ങുന്നത്. രൂപരൂപാന്തരങ്ങൾ പലത് കണ്ട ഭൂതപ്പാട്ടിന്റെ നൃത്തനാടക ആവിഷ്കാരം. അവിടെ തയ്യാറല്ലേ അൻസു? അതെ, അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പകുതിയോളം ആളുകൾ ചമയങ്ങൾ ഇട്ട് കഴിഞ്ഞു, ഒപ്പം വസ്ത്രങ്ങൾ ഇട്ട് കഴിഞ്ഞു. അതിൽ ഓരോരുത്തരും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇതിൽ ഒരു സൂംബ ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ തുടക്കമാണെന്നാണ് പറയുന്നത്. ഇതിന്റെ സാരഥിയായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയ പ്രേമ എന്ന് പറയുന്ന ചേച്ചിയാണ്. ഹലോ, 9 വർഷം മുമ്പ് ഞാൻ ഈ സെന്റർ തുടങ്ങിയതാണ്. സൂംബ ആൻഡ് യോഗ സെന്റർ, സ്വസ്തിക് സൂംബ ആൻഡ് യോഗ. അന്ന് തൊട്ട് ഇവരെല്ലാവരും എന്റെ കൂടെയുണ്ട്. നമ്മളുടെ ശരി നല്ല സ്റ്റേജ് പെർഫോമൻസ് പറഞ്ഞാൽ അത് ലാസ്റ്റ് ഇയർ ആയിരുന്നു. അന്ന് നമ്മൾ ഇതുപോലെ തന്നെ അമ്പലത്തിൽ പൂരം ഫെസ്റ്റിവലിന് നമ്മൾ ചെയ്തത് ചിലപ്പതികാരായിരുന്നു. ഇവരൊക്കെ തന്നെയായിരുന്നു കൂടെ, കുറച്ചും കൂടെ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചെറിയ കഴിഞ്ഞ തവണ ചിലപ്പതികാരമായിരുന്നു, ഇത്തവണ ഈ ഭൂതപ്പാട്ട് നങ്ങിലി. ഈ കഥ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കഥയാണ്. അപ്പോൾ ഇതിന്റെ ഒരു നൃത്ത നാടകാവിഷ്കാരത്തിലേക്ക് നീങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്താ ഇതിന് ഒരു പ്രചോദനമായത് എന്താ? ഇത് ആക്ച്വലി ഇത് ഡയറക്റ്റ് ചെയ്ത് മിസ്റ്റർ മോഹൻ സർ ഇവിടെ തന്നെ ഉണ്ട്, സുജയ ഉണ്ട്. പുള്ളിനെ ഞാൻ എന്റെ സ്കൂൾ തൊട്ട് എനിക്കറിയാം. അവിടെയും പുള്ളി കുറെ നാടകം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രൈസ് വിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൊറിയോഗ്രാഫർ അതിപ്പോഴും വിശ്വജ്യോതിയിൽ വർക്ക്. ഞാൻ വിശ്വജ്യോതി ടീച്ചറാണ്, സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറാണ്. കൊറിയോഗ്രാഫർ അവിടുത്തെ ഡാൻസ് ടീച്ചറാണ്. അപ്പൊ ആളെയും എനിക്കറിയാം. അപ്പൊ സാറിന്റെ ഡയറക്ഷൻ നമുക്കറിയാം, വളരെ നല്ല ഡയറക്ഷനാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തപ്പോൾ ഇറ്റ് വാസ് എൻ എക്സലന്റ് ഷോ. അങ്ങനെയാണ് ഈ വർഷം സാറിന്റെ ഈ ഭൂതപ്പാട്ട് വേറെ സ്ഥലത്ത് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നി ഇതില് വീട്ടമ്മമാരുണ്ട്, അധ്യാപകരുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ ചെറിയ സംരംഭങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. ഇത്തരത്തിൽ ഇത്രയും ആളുകളുടെ ഒരു കൂട്ടായ്മ. ഇതിൽ ഈ 1-2 പേരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവര് ഡാൻസ് മുൻപ് ചെയ്തിട്ടില്ല, ഇതിനു വേണ്ടി പഠിച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയായിരുന്നു? ആഗ്രഹം കൊണ്ട് ഞങ്ങള് സൂംബ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ചെയ്യാമെന്ന് ഒരു കോൺഫിഡൻസ് ആയി ജോയിൻ ചെയ്തിട്ട്. അങ്ങനെ അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തു. ഈ വർഷം അപ്പോൾ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു സക്സസ്സും ഉണ്ട്. ഈ വർഷം ഞങ്ങൾ തന്നെ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാം, എഫേർട്ട് എടുത്ത്. കാരണം ജോലിക്ക് പോകും, തിരിച്ചു വന്നിട്ട് ആകെ ടയേർഡാവും. ബട്ട് സ്റ്റിൽ നൈറ്റ് വരെ 9-10-10:30 ആവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാ. ബട്ട് സ്റ്റിൽ ഒരു ആഗ്രഹം എല്ലാവർക്കും ചെയ്യണം എന്നൊരു ഇത്. ഇതിൽ കുറെ വേഷങ്ങളുണ്ട്. ഇതില് ഭൂതങ്ങളുണ്ട്, അപ്പൊ കഥകളി മുഖത്ത് മോഹിനിയാട്ടം ചെയ്യാനുള്ളവരുണ്ട്. ഇതിൽ ഏറ്റവും എനിക്ക് കൗതുകമായത് സുന്ദരി ഭൂതമുണ്ട്. ഒപ്പം ഇത് നമ്മുടെ ഉണ്ണിയാണ്, ഈ നങ്ങിലിയുടെ ഉണ്ണിയായിട്ടുള്ളത് ഈ കുഞ്ഞുമോളാണ്. അഭിശ്രീ എന്നാണ് പേര്. ഇത് വരദ എന്നാണ് പേര്. ഒപ്പം വേറെയും കുട്ടികളുണ്ട്. ഇത് സുജയ, മറ്റൊരു വലിയ കൗതുകമുള്ളത് ഇത് ഈ നിൽക്കുന്നത് അനിത എന്നാണ് പേര്. ഒരു വാർത്താ അവതാരക കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അതെ, ലോക്കൽ ചാനലിലാണ്. നമുക്കിനി മോഹൻ അങ്കമാലി നാടക ആവിഷ്കാരത്തിന്റെ എനിക്കും ചെറിയൊരു ആഗ്രഹമുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോ. ഈ നങ്ങേലിയുടെ ഈ ഒരു കഥയുടെ ഒരു മോണോ ആക്ട് ഒക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓർമ്മയുണ്ടെങ്കിൽ അൻസു അതുകൂടി നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും അല്ല ഈ 20 വനിതകളെ വെച്ചുകൊണ്ട് ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം. ഇത് കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ചിലപ്പതികാരം ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ 65 വയസ്സായ ഒരു മുത്തശ്ശി വരെ ഇതിൽ അഭിനയിക്കുന്നുണ്ട്. മുത്തശ്ശീനെ നമ്മൾ രംഗത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇത് ചെയ്യാനുള്ള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ താല്പര്യം തന്നെയാണ്. ഇത്ര ഈ വൈകുന്നേരങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ശരിക്കും ഒരു എൻജോയ്മെന്റ് ആണ്. മാത്രമല്ല അവരുടെ നാട്ടിലെ ഉത്സവമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമും ഒരു ഉത്സവമായിട്ട് തന്നെ നടത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസൈൻ അതിനിട്ടത്. ഡിസൈൻ മാത്രമേ എന്റെ ഉള്ളൂ. കോറിയോഗ്രാഫി ചെയ്ത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് അമൃത എന്ന് പറയുന്നത്. അമൃത തന്നെയാണ് നങ്ങേലിയായിട്ട് വേഷം ഇടുന്നത് അല്ലേ? അതെ, അമൃത കോറിയോഗ്രാഫി. ഇതിൽ പാട്ട് പാടുന്ന ഇതുണ്ടോ? പാട്ട് പാടുന്നവർ അല്ലെങ്കിൽ ഇതിപ്പം റെക്കോർഡഡ് ആണ്. റെക്കോർഡഡ് പ്രോഗ്രാമാണ് സുജയ. അവര് അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോ. ഓക്കെ അൻസു, ഇക്കൂട്ടത്തിലെ ഉണ്ണിയെ നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് കാണിക്കാം. ഉണ്ണി തൊട്ട് താഴെയാണ്. ഉണ്ണിയിലേക്കൊന്ന് ക്യാമറ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ പ്രധാന കഥാപാത്രം ആ ഒരു കുഞ്ഞു മോളാണ്. എത്ര ദിവസം എടുത്ത് പ്രാക്ടീസ് ചെയ്യാനെന്നൊക്കെ ചോദിക്കാം. അഭിശ്രീ എത്ര ദിവസം എടുത്തിട്ടാണ് ഉണ്ണിയായിട്ട് പ്രാക്ടീസ് ചെയ്തതെന്നാണ് അവിടുന്ന്
ചോദിക്കുന്നത്. എത്ര ദിവസം എടുത്തു പഠിച്ചെടുക്കാൻ? ആരാ പഠിപ്പിച്ചു തന്നെ? അമൃത മിസ് ആണ് പഠിപ്പിച്ചു തന്നെ. എത്ര ദിവസം എടുത്തു പ്രാക്ടീസ് ചെയ്തതൊക്കെ റെഡി ആവാൻ? ഇനിയിപ്പം വേഷവും മേക്കപ്പ് ഒക്കെ ഇടൂലേ? 5 days ആണ് എടുത്തത്. അഭിശ്രീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റിലാണോ? അഭിശ്രീ മാത്രല്ല, ഇവിടെ വരദ എന്ന് പറയുന്ന ഒരു മോളും കൂടിയുണ്ട്. വേറെയും കുട്ടികളുണ്ട്. മോൾ എത്ര ദിവസം എടുത്തു? മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th-ലാണോ? അവർ രണ്ടാളോ? ഇവർ സിബ്ലിങ്സ് ആണോ? മോളുടെ പേരെന്താ? ദക്ഷ. ദയാൽ. നിങ്ങൾ രണ്ടാളും എന്തായിട്ടാ വേഷം ഇടുന്നത്? ഡാണ്ടിയ. ഈ കഥകളിയും ഒപ്പം ഈ മോഹിനിയാട്ടവും ഇത്രയും പല രൂപങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നതിന്റെ ഒരു ഇതെങ്ങനെ? അതെന്താന്ന് വെച്ചാൽ ഭൂതം അമ്മയെ പേടിപ്പിക്കാൻ വരുന്ന 2 വേഷമാണ് കത്തി കരി. അതാണ് അവര് കഥകളി ആയിട്ട് വരുന്നത്. നങ്ങേലി ഉണ്ണിയെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് നങ്ങേലി പേടിപ്പിച്ച് ഓടിക്കുകയാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ എന്നാലും നങ്ങേലി പേടിച്ചോടൂല. കണ്ണുവരെ കുത്തിപ്പൊട്ടിച്ച് ആള് കൊടുക്കും. എന്റെ ഉണ്ണിയെ മതി എനിക്ക്, എന്റെ കണ്ണിനേക്കാളും വലുത് എനിക്ക് ഉണ്ണിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ മനസ്സലിഞ്ഞാണ് ഭൂതം ഉണ്ണിയെ തിരിച്ചു കൊടുക്കുന്നത്. ഈ ഒരു അമ്മയുടെ ഭയങ്കര ഒരു സ്നേഹം കാണിക്കുന്നത്, ഈ ഭൂതം പോലും അതില് മങ്ങി അതിൽ ആ അമ്മയുടെ സ്നേഹത്തിന് മുമ്പിൽ തോറ്റുപോവുകയാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? ഞാൻ ആദ്യം തന്നെ അത് ചോദിച്ചിരുന്നു. ആക്ച്വലി ഐ തിങ്ക് ഇപ്പോഴത്തെ ജനറേഷൻ ഇത് അറിയേണ്ട ഒരു കാര്യം. ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു പോയം പണ്ട് എഴുതിയതാണ്. പക്ഷെ ഇത് ആക്ച്വലി നിങ്ങൾ നോക്കിയാൽ ഒത്തിരി പേര് ഇതിന്റെ പിക്ചറൈസേഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രസന്റേഷൻ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. അത് ഭയങ്കര കളർഫുൾ ആണ്, എന്നാൽ ഇമോഷണൽ ആണ്, ടച്ചിങ് ആണ്. അത് ശരിക്കും ഇപ്പോഴത്തെ ജനറേഷൻ അത് മനസ്സിലാവും ഒരു അമ്മ സ്നേഹം എന്താണെന്ന്. ആൻഡ് ഈവൻ ദോ ഇത് കുറെ നാൾ മുമ്പ് എഴുതിയ പോയമാണെങ്കിലും ഇപ്പോഴും ഇതിന് കറന്റ് കുട്ടികൾ തട്ടിക്കൊണ്ട് പോകണു. അപ്പൊ അമ്മമാർക്ക് എന്താ ഉണ്ടാവുന്ന വിഷമം അതിപ്പോഴും ആക്ച്വലി അൻസു ഇത് പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു നൃത്ത നാടകമായിട്ടാണ് ഇവർ അവതരിപ്പിക്കാൻ തയ്യാറാകുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നൃത്തത്തോടൊപ്പം തന്നെ അതിൽ ചില ഡയലോഗുകൾ അങ്ങനെയൊക്കെ എടുത്തിട്ടായിരിക്കും, അതുപോലെ തന്നെ അഭിനയ മുഹൂർത്തങ്ങൾ ഉണ്ടാകും. നമുക്ക് വേണ്ടി അതിൽ ഏതെങ്കിലും ഒരു ഭാഗം കാഴ്ചവെക്കാനൊന്ന് നമ്മുടെ മാസ്റ്ററോട് തന്നെ ചോദിച്ചാൽ നന്നായിരിക്കും. അതെ, എന്റെ അറിവിൽ ഇടശ്ശേരിയുടെ ഈ ഭൂതപ്പാട്ടിൽ ഗദ്യഭാഗമാണ് ആദ്യ ഭാഗമെന്ന് തോന്നുന്നു. കഥ വിവരിക്കുന്ന ഭാഗവും കഥ പറയുന്ന ഭാഗവും അങ്ങനെയില്ലേ? കഥ ആദ്യം പറയുന്നുള്ളൂ. അങ്ങനെ വിളക്ക് അവരങ്ങനെ ഉണ്ണി പാടും. ഉണ്ണി നമുക്ക് വേണ്ടി പാടുമെന്നാണ് പറയുന്നത്. അപ്പൊ ഉണ്ണി തന്നെ പാടിക്കും. ഉണ്ണിയുടെ പാട്ടാണ് പാടിക്കോളൂ. നീ പഠിക്കോ? സ്റ്റാർട്ട് ചെയ്യും. പൊന്നുണ്ണി പോനണയും പൊൻകതിരേ ഓലെഴുത്താണികളെ കാട്ടിലെറിഞ്ഞണയുകിലും കലഹിക്കും ഗുരുനാഥൻ പൂത്തമരച്ചോട്ടിലിരുന്നുളിനെയും മെൻകുതിരെ പൊന്നുണ്ണി പൂങ്കളേ പോന്നണയും പൊൻകതിരേ മിൻകോറിന്നൊരിതേനും ഏലക്കണ്ണും മുതലും മാന്തരനും ചെങ്കനും ചെറുനുള്ള പൂകൊല മൂന്നരും ചെറുനാക്കൾ കവിളയിലും നിരുതാന ഓലയിനു താനുകളിൽ കാട്ടിലൊന്നിട്ടുകയോ. ശരി അൻസു, അപ്പോൾ 7 മണിക്കാണ് അവരുടെ പെർഫോമൻസ്. നമുക്ക് അതിലേക്ക് വിശദമായി തന്നെ പോകാം. അവരുടെ പെർഫോമൻസ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു പ്രൊഫഷണൽ ടീമൊന്നും അല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ അരങ്ങത്തേക്ക് കൊണ്ടുവരുന്നതിനായി റിപ്പോർട്ടറിന്റെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രധാന വാർത്തകൾ കൊടുക്കുന്ന സമയം തന്നെ അവർക്കായി നിയോഗിക്കുകയും ചെയ്തത്. കാരണം കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുണ്ട്, നാടകം ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ട്, നൃത്തം പഠിച്ചിട്ടില്ലാത്തവരുണ്ട്, 40-നും 50-നും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതലും, വീട്ടമ്മമാർ, ബിസിനസ്സുകാർ, പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, അങ്ങനെ എല്ലാവരും ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ്. ഇത്തരം കൂട്ടായ്മകളാണ് നമ്മുടെ നാടിന്റെ ഒരു കരുത്താക്കുന്നത്.